തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ സിപിഎമ്മിൽ അസാധാരണമായ നേതൃത്വ പ്രതിസന്ധിയാണ് രൂക്ഷമാകുന്നത്. വിമതരെ തിരിച്ചെടുക്കുന്നതിലെ ഭിന്നത പരസ്യമായതിന് പിന്നാലെ വിഴിഞ്ഞത്തെ ചൊല്ലിയും നേതാക്കൾ പല തട്ടിലാണ് കേട്ടോ. വിഴിഞ്ഞം അഴിമതി ആരോപണത്തിൽ ഇ.പി. ജയരാജനും ദിവ്യ എസ് അയ്യർ വിഷയത്തിൽ കെ ശൈലജയും പി.കെ. ശ്രീമതിയും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചു. ഇ.പി. ജയരാജനെയും കെ ശൈലജയും തള്ളിക്കൊണ്ട് ദേശാഭിമാനി ലേഖനത്തിലൂടെ നേതാക്കൾക്ക് എം.വി. ഗോവിന്ദൻ മറുപടി നൽകുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് തോൽവി പഠിച്ച് പാർട്ടി തിരുത്തുമെന്ന് പറഞ്ഞ സിപിഐഎമ്മിൽ ഇപ്പോൾ നടക്കുന്നത് നേതാക്കൾ തമ്മിലുള്ള പരസ്പര തിരുത്തലുകളാണ്. ഈ ബൂർഷ്വാ മാധ്യമങ്ങൾ ഒരുപക്ഷെ അർഹതയുള്ള ഇയാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിനൊരു വലിയ വിഷയമാക്കിയെടുത്ത് നമ്മുടെ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും ഒക്കെ കടന്നാക്രമിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞ് ഔചിത്യപൂർവ്വം അത് വേണ്ട, അതിനു പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ അതിനകത്ത് ഞാൻ മുൻകൈ എടുക്കണം. പിന്നാലെ വന്നു പിണറായി വിജയന്റെ തിരുത്ത്. ഒരു വ്യക്തിപരമായ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ വാദം ബലപ്പെടുത്തി എം.വി. ഗോവിന്ദനും ഇറങ്ങി. ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല. പാർട്ടി സംഘടനാപരമായ ദൗർബല്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വിഴിഞ്ഞം വിവാദ ഓഹരി കൈമാറ്റത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ രംഗത്തെത്തി. പറയാതെ പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് വഴിവിട്ട പരിഗണന നൽകി എന്നുള്ളതാണ്. എന്നാൽ പാർട്ടി വാദം ഏറ്റുപിടിക്കാൻ ഇ.പി. ജയരാജൻ തയ്യാറായില്ല. അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട വിഷയമേ അല്ല. ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടന്നു എന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അത് ഉന്നയിക്കട്ടെ. ഞാൻ ഇത്തരം ഒരു ആരോപണങ്ങളും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ആരാണോ ആശയം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. വിഴിഞ്ഞം എം.ഡി സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയത് അദാനിക്ക് വേണ്ടിയാണെന്നായിരുന്നു കെ രാഗേഷിന്റെ ആരോപണം. എം.വി. ഗോവിന്ദനും ആ വാദം ഏറ്റെടുത്തു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രവർത്തനാനുഭവമുള്ള ഒരാളാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. എനിക്കുള്ള അറിവുകൾ സമൂഹത്തെ അറിയിക്കുക എന്ന പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. കെ ശൈലജയ്ക്കും പി.കെ. ശ്രീമതിക്കും പക്ഷേ ആ അഭിപ്രായമില്ല. കേരളത്തിൽ അങ്ങനെയുള്ള കഴിവുള്ള ഓഫീസർമാരെ ചിലപ്പോൾ ചില കൂടുതൽ പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളിലേക്ക് മാറ്റി അതിനേക്കാൾ കൂടുതൽ കഴിവുള്ള ഒരു ഓഫീസർ ഉണ്ട് എന്ന് ആ ഗവൺമെന്റിന് തോന്നുകയാണെങ്കിൽ മാറ്റുന്നത് കൊണ്ട് ഇപ്പം നമുക്കെന്ത് പറയാൻ പറ്റും? സ്വാഭാവിക നടപടിയായിട്ട് നമുക്ക് കാണണം. വിമർശനങ്ങൾക്ക് പിന്നാലെ കെ ശൈലജ നിലപാട് മയപ്പെടുത്തി. നേതാക്കൾ പല തട്ടിൽ നിൽക്കുമ്പോൾ അഴിമതി ആരോപണം ആവർത്തിച്ച് ദേശാഭിമാനിയിൽ എം.വി. ഗോവിന്ദന്റെ ലേഖനം. പാർട്ടി വിട്ടവരോടുള്ള തുടർ സമീപനത്തെക്കുറിച്ച് എം.വി. ജയരാജന്റെ നിലപാട് ഇതാണ്. ഒരിക്കൽ നയപരമായി അവർക്ക് തെറ്റുപറ്റി, സംഘടനാപരമായി തെറ്റുപറ്റി എന്ന് കരുതി ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരായ പഴയ ആളുകളെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. നാളെ നിലപാടുകൾ തിരുത്തി പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായി വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാർട്ടി സെക്രട്ടറിയുടെ വാദം മറ്റൊന്ന്. പാർട്ടിയെ വഞ്ചിച്ചു, വർഗവഞ്ചനയാണ്, ചതിയാണ്. പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃനിലയിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഭിന്നസ്വരം ഏറ്റവും അധികം ഉയരുന്നത് കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളിൽ നിന്നാണ് എന്നത് ശ്രദ്ധേയം. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.